ഹലോ നമസ്കാരം. ഇന്നത്തെ റെസിപ്പി ഗോതമ്പ് റവയും കൊണ്ടുള്ള പായസമാണ്. പായസം ഉണ്ടാക്കാൻ വേണ്ടത് ഗോതമ്പ് റവയാണ്. അതിനെ നന്നായി വെള്ളം ഒഴിച്ച് കഴുകി എടുക്കുക. പിന്നെ വേണ്ടത് ഒരു നാളികേരം ചിരകിയെടുത്തതാണ് കേട്ടോ. നമ്മൾ ചിരകിയ തേങ്ങയിൽ നിന്നും ഒന്നാം പാൽ, രണ്ടാം പാൽ, വേണമെങ്കിൽ മൂന്നാം പാൽ എടുക്കുക. പാൽ എടുക്കേണ്ട വിധം: തേങ്ങ ബ്ലെൻഡറിലിട്ട് വെള്ളം ഒഴിക്കാതെ ഫസ്റ്റ് പാല് പിഴിഞ്ഞെടുക്കുക. പിന്നീട് കുറച്ച് വെള്ളം ഒഴിച്ച് രണ്ടാം പാൽ എടുത്ത് വയ്ക്കുക. ഇതേപോലെ മൂന്നാം പാൽ എടുക്കുക. മൂന്നാം പാൽ എടുക്കണമെന്ന് നിർബന്ധം ഇല്ല കേട്ടോ. പായസം ഉണ്ടാക്കാൻ നമ്മൾ പഞ്ചസാര ഉപയോഗിക്കാതെ ഇവിടെ നമ്മൾ ശർക്കര പാവാണ് എടുത്തിരിക്കുന്നത്. പായസം എങ്ങനെ റെഡിയാക്കാം എന്ന് നോക്കാം. ഫസ്റ്റ് ഒരു നോൺ സ്റ്റിക്ക് കടായി എടുത്ത് ഗ്യാസ് സ്റ്റവിൽ വെച്ച് അതിലേക്ക് തയ്യാറാക്കി മൂന്നാം പാൽ ഒഴിച്ച് ചെറുതായി ഒന്ന് ചൂടായാൽ നമ്മൾ കഴുകി വെച്ച ഗോതമ്പ് റവ ചേർക്കുക. പാലും ഗോതമ്പ് റവയും കൂടെ നന്നായി യോജിപ്പിക്കുക. ഒന്ന് തിളച്ചതിന് ശേഷം നന്നായി ഇളക്കി മിക്സ് ചെയ്യുക. പിന്നീട് നമ്മൾ റെഡിയാക്കിയ രണ്ടാം പാൽ ഒഴിച്ച ശേഷം ഒന്നും കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കുക. ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് അടച്ചു വയ്ക്കുക. നമ്മളുടെ മധുരത്തിനനുസരിച്ച് അതിലേക്ക് ശർക്കരപ്പാവ് ഒഴിച്ച് ഇളക്കുക. ഒന്ന് കുറുകിയതിന് ശേഷം ഒന്നാം പാൽ ഒഴിക്കുക. ഒന്ന് ചൂടായാൽ ഗ്യാസ് ഓഫാക്കി അതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി പൊടിച്ചത് ഇടുക. പിന്നീട് നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിൽ ചേർക്കാം. ചേർത്തില്ലെങ്കിലും ഈ പായസത്തിന് നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മളുടെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഗോതമ്പ് റവ പായസം റെഡി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ഡിയർ ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.